അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടീം വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ എക്സൽ വിത്ത് ആഷിഫിലേക്ക് വരാം. എക്സൽ വിത്ത് ആഷിഫ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹോം പേജ് കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേജിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഒന്നെങ്കിൽ ഏറ്റവും താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാം ടീം വ്യൂവറിൻ്റെ ഒരു ഐക്കൺ. അതല്ലെങ്കിൽ നമ്മുടെ പേജിൽ ടോപ്പിൽ ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ടീം വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടീം വ്യൂവർ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. 105 MB ആണുള്ളത്. നമ്മൾ അതേപോലെ തന്നെ ഇതെല്ലാം റിമോട്ട് ഡെസ്ക്ടോപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വൈസോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോസ് അത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. നമുക്കിത് ഇൻസ്റ്റാൾ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡറിലേക്ക് പോകുന്നു. ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ടീം വ്യൂവർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഫയൽ കാണുന്നുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യമൊക്കെ ടീം വ്യൂവറാണ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് അൾട്രാ വ്യൂവർ ആണ്. അപ്പോൾ അൾട്രാ വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. ആക്സെപ്റ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. യെസ് കൊടുക്കുന്നു. ഇവിടെ ഒരു ഇൻസ്റ്റാളേഷൻ, അതായത് ഫയൽ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ചോദിക്കുന്നുണ്ട്. ആക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ടീം വ്യൂവർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടീം വ്യൂവർ നമ്മൾ യൂസ് ചെയ്യുന്നത് റിമോട്ട്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ വർക്കോ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വർക്കാണ് ചെയ്യുന്നില്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മറ്റൊരു സിസ്റ്റത്തിലെ വർക്ക് കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനെല്ലാം നമുക്കിതുപോലത്തെ ഒരു റിമോട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് നിങ്ങൾ ഐഡിയും പാസ്വേഡും. ഇപ്പോൾ നിങ്ങളെ സിസ്റ്റത്തിനൊരു ഇൻസ്റ്റാളേഷൻ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവർ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരുന്നതായിരിക്കും. ഇത് ഓരോരോ പ്രാവശ്യം നിങ്ങൾ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് കാര്യങ്ങളും മാറും. അപ്പോൾ സെക്യൂരിറ്റി വൈസ് ഒന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ടീം വ്യൂവർ വിത്ത് വിൻഡോസ് എന്ന് കൊടുത്തിട്ട് ടിക്കറ്റ് കഴിഞ്ഞാൽ ഇതൊരിക്കലും മാറില്ല. ഇത് ടിക്കിടാണ്ട് ശ്രദ്ധിക്കുക. ഇത് ടിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുന്ന സമയത്തെല്ലാം ചിലപ്പോൾ നമ്മുടെ സിസ്റ്റം റിസ്ക്കിയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് കാര്യങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ സെക്യൂർഡായിട്ട് യൂസ് ചെയ്യുക. പക്ഷേ ഇത് 100% സെക്യൂർ ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിത് ആക്സസ് കൊടുത്തു കഴിഞ്ഞാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് യാതൊരു സെക്യൂരിറ്റി ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അഭിപ്രായ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.